പെനിസിലിയൻ നോട്ടാറ്റം തുടങ്ങിയിട്ട് പല പൂപ്പലിൽ നിന്ന് അതിന് വൈറസുകളെ കൊല്ലാനുള്ള കഴിവുണ്ട്. ആ വസ്തു മാത്രം വേർതിരിച്ചെടുക്കുന്നതാണ് ആന്റിബയോട്ടിക്. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ പാരസൈറ്റ് ആയിട്ട് വരുന്ന പ്രാണികളെ ജീവികളെ കൊല്ലാൻ കഴിവുള്ള ഒരു കെമിക്കൽ കോമ്പിനേഷൻ. നമ്മൾ വിരയെ കൊല്ലാൻ ഉപയോഗിക്കുന്ന സാധനം ആന്റിബയോട്ടിക് അല്ല, അത് പെപ്രാസിൻ സിട്രേറ്റ് ആണ്. പെപ്രാസിൻ സിട്രേറ്റ് എന്ന് പറഞ്ഞാൽ എടുക്കുന്നത് പപ്പയിൽ നിന്നാണ്. പപ്പയുടെ പാലാണത്. അതുകൊണ്ടാണ് സാധാരണ കുട്ടികൾക്ക് വിര കൂടിക്കഴിഞ്ഞാൽ പപ്പടത്തിൻ്റെ മേലെ പപ്പയുടെ പാല് പുരട്ടിയിട്ട് ചുട്ടിട്ട് കൊടുക്കും. എണ്ണയിൽ വാട്ടരുത്, എണ്ണയിൽ വാട്ടിയാൽ പെപ്പയിന് അലിഞ്ഞു പോകും. ചുട്ടിട്ട് കൊടുക്കും. ഓർമ്മിക്കണം, പപ്പയുടെ പാല് വളരെ കൂടുതലായാൽ നല്ല കയ്പുണ്ടാവും, കുട്ടിക്ക് തിന്നാൻ പറ്റില്ല, വായ പൊള്ളുകയും ചെയ്യും. ഞാൻ ഒരാളോട് പറഞ്ഞു കൊടുത്തു, പിറ്റേന്ന് ഫോൺ വന്നു, കുട്ടി ഇങ്ങനെ നാവ് നീട്ടി കാണിക്കുന്നു. വിരയൊക്കെ പോയി, നാവ് നീട്ടി കാണുന്നു. നമ്മൾ നാവ് മുഴുവൻ പൊള്ളിയിട്ടുണ്ട്, വളരെ കൂടുതലായിപ്പോയി. ഉടനെ തേങ്ങാപ്പാൽ തടവുക. അത് സിട്രിക് ആസിഡ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് പെപ്രാസിൻ സിട്രേറ്റ്. അതാണ് വിരക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്ന്. അർബിനോസോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിരയിളക്കാൻ കൊടുത്തിരിക്കുന്ന സാധനം ഞരമ്പുകളിലെ വിരയിളക്കാനുള്ളതാണ്. അത് വേറെയാണ്, അത് വേറെ രാസവസ്തു. അർബിനോസോൾ അത് ഓക്സിജൻ അല്ല, ദാറ്റ് ഈസ് ക്ലിനിക്കൽ ഓക്സിജൻ. ഞാൻ പറഞ്ഞത് കെമിക്കൽ ഓക്സിജൻ ശ്വസിക്കാം. പൊട്ടാസ്യം ക്ലോറേറ്റോ പൊട്ടാസ്യം ഡൈക്രോമേറ്റോ ചൂടാക്കിയാൽ കിട്ടുന്ന ഓക്സിജൻ ശ്വസിക്കാൻ പറ്റില്ല. ശ്വസിച്ചാൽ കണ്ണിലെ ഞരമ്പുകൾ പോലും പൊട്ടും, അതുകൊണ്ട് ശ്വസിക്കാൻ പറ്റില്ല. അത് കെമിക്കൽ ഓക്സിജൻ, O2 നമ്മൾ സ്കൂൾ പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് ആസ്പത്രിയിൽ കൊടുക്കുന്നത് ക്ലിനിക്കൽ ഓക്സിജൻ ആണ്. അത് ഓക്സിജനോടൊപ്പം നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ചേർത്ത് മിശ്രണമാണ്. അതും സ്ഥിരമായി ശ്വസിക്കാൻ പറ്റില്ല, അൽവിയോൺസിന് കേടുവരും. അതുകൊണ്ടാണ് എപ്പോഴാണോ ബയോളജിക്കൽ ഓക്സിജൻ ശ്വസിക്കാനുള്ള കഴിവ് നമുക്ക് വരുന്നത്, അപ്പോൾ ഇതങ്ങ് എടുത്തു കളയും. ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല എണ്ണ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ കൊണ്ട് ഒരു കൊളസ്ട്രോൾ ഉണ്ടാവില്ല. 12 കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ. ലൗറിക് ആസിഡ് എന്നാണ് പേര് വെളിച്ചെണ്ണയുടെ. അതുകൊണ്ട് തന്നെ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ആന്റിസെപ്റ്റിക് വെളിച്ചെണ്ണയാണ്. പാശ്ചാത്യ ശാസ്ത്രം നമ്മെ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കാൻ തടഞ്ഞു വെക്കുന്നുണ്ട്. കാരണം അവരുടെ സാധനം ചെലവാൻ വേണ്ടിയിട്ടാണ്. അവരൊരാളെ പിടിച്ച് 100 മില്ലി ലിറ്റർ വെളിച്ചെണ്ണ അവസാനം കുടിപ്പിച്ചു. 3 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ രക്തത്തിൽ കൊഴുപ്പ് വല്ലാണ്ട് കുടിക്കുന്നു. നമ്മൾ ആരാ 100 മില്ലി ലിറ്റർ വെളിച്ചെണ്ണ കുടിക്കുന്ന ഒരു ദിവസം? ആർക്കാരും കുടിച്ചാൽ നമ്മൾ കുടിച്ചാലും വരും. ഇത് കൃത്രിമമായി റിസർച്ച് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയും, അവർക്ക് ആവശ്യമുള്ള റിപ്പോർട്ട് ഉണ്ടാക്കുന്ന റിസർച്ച് നടത്തുക. സാമ്പിൾ സർവേ, തൊണ്ടമൊഴിയുള്ള സ്ത്രീകളെ കണ്ടുപിടിക്കുക, അവരൊക്കെ സർവേ നടത്തുക. എന്നിട്ട് സർവേ നടത്തിയിട്ട് 45% തൊണ്ടമൊഴിയുണ്ട് എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ഉണ്ടാക്കിയ ഒരു കൃഷ്ണപിള്ള. അങ്ങനെയാണ് കേരളത്തിൽ അയഡിൻ ഉപ്പ് മാത്രമേ പാടുള്ളൂ എന്നുള്ള നിയമം കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയത്. 45 ആൾക്ക് തൊണ്ടമൊഴിയുണ്ടെങ്കിൽ 100 ആളെ കാണുമ്പോൾ 145 സ്ത്രീകൾ തൊണ്ടമൊഴിയുള്ളവരാണ്ടേ? അങ്ങനെയൊന്നും കേരളത്തിലില്ല. അതൊക്കെ കൃത്രിമമാണ്. റിസർച്ച് റിപ്പോർട്ടുകളെ ഏറ്റവും ഭയപ്പെട്ടോളണം. കാരണം ബഹിരാഷ്ട്രക്കുത്തകളാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. ഷുഗർ എന്ന് പറഞ്ഞാൽ ഒരുപാട് തരമുണ്ട്. ഹിമോഫീലിയ എന്ന രോഗമുള്ളവർക്ക് കട്ടപിടിക്കില്ല, രക്തത്തിലെ ഫൈബർ കുറഞ്ഞു പോകും. അത് മറ്റൊരു രോഗമാണ്. ഷുഗറുള്ളവർക്ക് അങ്ങനെ രക്തം കട്ടപിടിക്കാത്ത, ഷുഗർക്കുള്ളവർക്ക് വരാവുന്ന വേറെ രോഗങ്ങളുണ്ട്. അവർക്ക് വേർപ്പുടയും, തൊലി ഡ്രൈ ആവും, അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട്. വെള്ളം മുഴുവൻ മൂത്രമായിട്ട് പോവും ഷുഗർ കളയാൻ വേണ്ടിയിട്ട്. ഷുഗർ കൊണ്ട് ആൾ ചത്തുപോവും. ഷുഗർ കൂടിയിട്ട് തലച്ചോറിലൊക്കെ ഷുഗർ ക്ലോട്ട് ചെയ്ത് കളയും. അതുകൊണ്ട് ഷുഗർ ഉള്ളവർക്കൊക്കെ മൂത്രം വളരെ കൂടുതലാവും, വേർപ്പ് കുറയും. ഇപ്പോൾ മൂത്രത്തിനകത്ത് പുറത്തു പോകുന്നത് ഷുഗർ മാത്രമായിരിക്കും, ഉപ്പ് പോവില്ല. ശരീരത്തിൽ ഉപ്പ് എക്സസ് വരും, അതുകൊണ്ട് ഹൈ BP വരും. ഷുഗർ ഉള്ളവർക്ക് BP വരാനുള്ള കാരണം ഉപ്പ് പുറത്തു പോകാത്തതുകൊണ്ടാണ്. ഇതാണ് ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കാത്തത്. ഷുഗർ ഉള്ളവൻ ആദ്യം കുറക്കേണ്ടത് ഷുഗറിന് മുമ്പ് കുറച്ചോളം ഉപ്പ്. മാത്രമല്ല, 1.5 മണിക്കൂർ നടന്നാലൊന്നും പോരാ, നന്നായി അധ്വാനിച്ച് വേർക്കണം. എന്നിട്ട് വേർപ്പിലൂടെ ഉപ്പ് പോകണം, BP ഉണ്ടാവില്ല. 1/2 മണിക്കൂർ നല്ല അധ്വാനം വേണം. ആദ്യത്തെ ദിവസം പോയി 1/2 മണിക്കൂർ പറമ്പ് കളച്ചേക്കരുത്. പടിപടിയായി കൂട്ടിക്കൊണ്ടുവരണം. ശരീരത്തിന് ആ ശേഷി ഉണ്ടാക്കിയിട്ട് 1/2 മണിക്കൂർ നന്നായി അധ്വാനിച്ച് വേർത്തൊഴുകണം. കാരണം 1 ലക്ഷം ഓട്ടയിലൂടെ ഉപ്പ് പോകും. പകരം നമുക്ക് ഓരോ ഓട്ടയിലൂടെ പോകണം മൂത്രമൊഴിക്കുമ്പോൾ. ഷുഗർ എന്ന് പറഞ്ഞാൽ ഒരുപാട് തരമുണ്ട്. ആയുർവേദത്തിൽ 80 തരം ഷുഗർ ഉണ്ട്. ഇപ്പം നമ്മളെ കൃഷിയുടെ പാറ്റേൺ അങ്ങനെ തന്നെ മാറ്റിക്കഴിഞ്ഞു. അതിന് ചെയ്ത വഴി തന്നെ കൃഷി ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. ട്രെയിനിങ് കൊടുത്തത് മുഴുവൻ 2 കോർപ്പറേഷൻസ് ആണ്, അമേരിക്കൻ കോർപ്പറേഷൻസ്. ഒന്ന് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ, രണ്ടാമത്തത് ഫോർഡ് ഫൗണ്ടേഷൻ, FRD. ഇവർ 2 പേരാണ് നമ്മുടെ കൃഷി ഓഫീസർമാർക്ക് മുഴുവൻ ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. അവരാണ് രാസവളത്തിൻ്റെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ. ഹൈബ്രിഡ് വിത്തുണ്ടായാൽ മാത്രമേ ഇവിടെ പട്ടിണി മാറുള്ളൂ, ഇന്ത്യ എക്കാലത്തും പട്ടിണിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കള്ളക്കണക്കുകൾ അവർ നിരത്തി. വെള്ളക്കാരൻ വെച്ച കണക്കുകൾ തന്നെയാണ്, അന്നേ വിൽക്കുന്ന കണക്ക്. ഇതിൻ്റെ അടിസ്ഥാന കാരണമൊന്നുമില്ല എന്നുള്ളതിനാണ് നമ്മൾ ഒരു പുസ്തകമുണ്ട്, ചരിത്രത്തിൻ്റെ മറുപുറം എന്ന പേരിൽ. എല്ലാവരും വായിക്കേണ്ടതാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ദഹിക്കും. ടെൻഡിങ് ദ എർത്ത്, എങ്ങനെയാണ് ഭൂമിയെ കോളനിയാക്കി മാറ്റിയത്
എന്നതിൻ്റെ യഥാർത്ഥ ചരിത്രം. രണ്ടാം ലോകമഹായുദ്ധം ഒരു ലോകമഹായുദ്ധവും നല്ലൊരു സാമ്രാജ്യത്വ യുദ്ധം. കോളനി ഓഹരി വെച്ചപ്പോൾ കിട്ടാതായൊരു കോളനി ഉള്ളവരെടുക്കുന്ന തട്ടിപ്പറിക്കാൻ ശ്രമിച്ചപ്പോൾ നടന്ന യുദ്ധം. കോളനി കിട്ടാതിരുന്ന ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ഒക്കെ ഭൂമി മുഴുവൻ സ്വന്തമാക്കിയെടുക്കുന്നത് പിടിച്ചേറ്റാൻ ശ്രമിച്ചപ്പോൾ നടന്ന കൊളോണിയൽ വാറാണത്. ലോകമഹായുദ്ധം എന്നൊക്കെ പേരിട്ടത് വെള്ളക്കാരാണ്. കാരണം അവരെ വലിയ ആളാക്കാൻ വേണ്ടിയാണ് അത് പേരിക്കുന്നത്. ഒരു മഹായുദ്ധമല്ല, ലോകത്തിനതിൽ പങ്കുമില്ല, ഇന്ത്യക്കൊന്നും അതിൽ പങ്കില്ല എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജി അന്ന് ഏറ്റവും വലിയ ബഹളം ഉണ്ടാക്കിയത്. ഈ യുദ്ധം നമ്മുടെ യുദ്ധമല്ല, ഇത് കോളനിക്കാരുടെ അവകാശത്തിന് വേണ്ടിയുള്ള യുദ്ധം. നമ്മളതിന് ചോരവെടുക്കണം, നമ്മുടെ മക്കൾ അതിനുവേണ്ടി മരിക്കണം എന്ന് ഗാന്ധിജി ഭംഗിയായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൊളോണിയൽ യുദ്ധം ആയിരുന്നു അത്. അത് മനസ്സിലായാൽ മാത്രമേ കൊളോണിയൽ വാർ എന്താണെന്ന് മനസ്സിലുള്ളൂ. അവര് കൊളോണിയൽ വാർ കഴിഞ്ഞപ്പോൾ നിയോ കൊളോണിയലൈസേഷൻ, പുതിയ യുദ്ധം, പുതിയ കോളനി എങ്ങനെ ഇരിക്കണം, ഭരിക്കുന്നത് ഇന്ത്യക്കാരനെ ഇരിക്കണം, പക്ഷേ ഭരിക്കുന്നത് നമുക്ക് വേണ്ടി ഇരിക്കണം. ഇതാണ് ചർച്ചിൽ പ്രസംഗിച്ചത്. അപ്പൊ ഇന്ത്യക്കാരൻ ഇന്ത്യ ഭരിക്കുക, ആർക്ക് വേണ്ടി? അവർക്ക് വേണ്ടി ഭരിക്കുക. ഇതാണ്. അവർക്ക് പരുത്തി വസ്ത്രം തന്നെ വേണം, പൊളിച്ച് ധരിക്കാൻ പറ്റില്ല. കാരണം വെളുത്ത തൊലിയുള്ളവർക്ക്, മെലാനിൻ കുറഞ്ഞവർക്ക് എപ്പോഴും റിയാക്ഷൻ വളരെ കൂടുതലാണ്. വളരെ പെട്ടെന്ന് റേഡിയേഷൻ പറ്റും, പെട്ടെന്ന് രോഗം വരും. ഇപ്പോൾ ആഗോളതാപനം വന്നാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് നമ്മളല്ല, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ബാധിക്കുന്നത് അവരെയാണ്, തൊലി വെളുത്തവരെയാണ്. തൊലി വെളുത്തവരെ ഇവിടുത്തെ എളുപ്പമൊന്നും വെളുപ്പമല്ല, മെലാനിൻ കുറഞ്ഞവരെയാണ്. മെലാനിൻ നഷ്ടപ്പെട്ടാലാണ് പാണ്ട് വരുന്നത്. തികച്ചും ഗ്രന്ഥി തന്നെ പോയാൽ രോമം ഉണ്ടാവില്ല, രോമം ഇല്ലാണ്ടായാൽ പാണ്ട് മാറില്ല. വെള്ളപ്പാണ്ട് വന്നാൽ രോമം ഉണ്ടെങ്കിൽ തീർച്ച മാറ്റാം, രോമം ഇല്ലാത്ത പാണ്ട് തീർച്ച മാറ്റാൻ പറ്റില്ല. അത് മെലനോമ എന്ന് പറയുന്ന വലിയ ക്യാൻസറായി കഴിഞ്ഞു. ക്യാൻസറാണ്. ഒരു കഥ പറയാറുണ്ട്. ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്ന സ്ത്രീ മാർഗരറ്റ് താച്ചർ ഉണ്ടായിരുന്ന കാലത്ത് കുറേ സയൻറ്റിസ്റ്റുകൾ ഓസോൺ പാളികളിലെ വിള്ളൽ കണ്ടിട്ട് ഭയത്തോടു കൂടി പറഞ്ഞു മാർഗരറ്റ് താച്ചറിനോട്, മാഡം നമ്മൾ വലിയ ആപത്തിലാണ് ഉള്ളത്, ഓസോൺ പാളിക്ക് വിള്ളൽ വന്നിരിക്കുന്നു, അതിലൂടെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ വരും, വന്നു കഴിഞ്ഞാൽ തൊലിയിലെ മെലാനിൻ നഷ്ടപ്പെടും, ഡെർമറ്റൈറ്റിസ് അല്ല വരിക, ചെറിയ ത്വക്ക് രോഗമല്ല വരുന്നത്, വലിയ വലിയ രോഗങ്ങളാണ് വരിക, അതുകൊണ്ട് വലിയ ആപത്തിലാണ് ഉള്ളത്. മാത്രമല്ല അതുകൊണ്ട് വെയിലത്ത് വെച്ചാൽ വിത്ത് മുളക്കില്ല. ഇപ്പോൾ വെയിലത്ത് വിത്ത് ഉണക്കാൻ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. 11:30ക്കും 2:30ക്കും ഇടയിൽ വിത്ത് വെക്കാൻ പാടില്ല. ആ വിത്തിൻ്റെ മുളക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റ് കളി കാണുന്നവർ ആ സമയത്ത് ക്രിക്കറ്റ് കളി കാണാനും പാടില്ല. ഇരുന്നാൽ ഇവൻ്റെ ഫർട്ടിലിറ്റി നഷ്ടപ്പെട്ടു. അങ്ങ് അകം വരെ കേടുണ്ടാക്കുന്നതാണ് ഈ സാധനം. നമ്മൾ വിചാരിക്കുന്ന തൊലിയിൽ വെയിൽ കൊണ്ടാൽ ഒന്നും ആവില്ല എന്നും, അകത്തേക്ക് വ്യാപിക്കും എന്നത് പുതിയ അറിവാണ്. ആ അറിവ് വന്നപ്പോഴാണ് സോപ്പ് മേല് തേച്ചാൽ, പതിവായി സോപ്പ് തേച്ച് നരച്ച് കുളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊക്കെ രോമം വേഗം നരക്കും. സോപ്പ് പതിവായി നരച്ച് കുളിച്ചാൽ നിങ്ങൾക്ക് പ്രമേഹം വരാം. കാരണം തൊലിയിലെ ഗ്രന്ഥിയും അന്തസ്രാവ ഗ്രന്ഥികളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടും ഹൈപ്പോതലമസിൽ കോർട്ടിസോൺ കൺട്രോൾഡ് ആണ്. തലച്ചോറിന് രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ തൊലിയിലെ ഗ്രന്ഥികൾ മുഴുവൻ നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ സോപ്പ് തേച്ച് നരപ്പിച്ച് കഴുകുമ്പോൾ, കാരണം ഒരു സോപ്പിൽ ഇപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാറില്ല, എല്ലാം ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല, എല്ലാ സോപ്പിലും ഉപയോഗിക്കുന്നത് ഹൈഡ്രോജനേറ്റഡ് ഓയിൽ. ഹൈഡ്രോജനേറ്റഡ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഹൈഡ്രോജനേഷൻ നടക്കുന്നതുകൊണ്ട് നിക്കൽ തൊലിയിലെത്തും, നമ്മൾ ഗ്രന്ഥിയിലേക്ക് കേടുവരും. ഗ്രന്ഥിക്ക് കേട് വന്നാൽ ബാഹ്യ ചർമ്മത്തിലെ ഗ്രന്ഥി നഷ്ടപ്പെടും. നമ്മളെ അന്തരചർമ്മത്തിൽ നിന്ന് ബാഹ്യചർമ്മത്തിലേക്ക് കൊഴുപ്പ് കൊണ്ടുവരുന്ന അന്തസ്രാവ ഗ്രന്ഥികൾക്ക് കേടുവരും. ആ ഗ്രന്ഥികൾക്ക് കേട് വന്നാൽ ഇതേ പ്രവർത്തനം അകത്തും ഉണ്ടാവും, പെൻക്രിയാസ് ഫെയിലർ വരും. അതുകൊണ്ട് ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് വരാൻ സാധ്യതയുണ്ട്. സോപ്പിന് പകരം തേങ്ങാ പിണ്ണാക്ക് തേക്കുക മേല്, ഏറ്റവും നല്ലത് അതായിരിക്കും. എക്കണോമിക്കലാണ്, ഏറ്റവും ഹെൽത്തിയാണ്, തൊലിയുടെ ആരോഗ്യം കുറയില്ല. നമ്മൾ ചക്കിലായിട്ട് തേങ്ങാ പിണ്ണാക്ക് കുറച്ച് കൊണ്ടുവരിക, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് വയ്ക്കുക, ഒരു 2 ദിവസം സുഖമായിട്ട് മേല് തേക്കാം. 3-ാമത്തെ ദിവസം അത് കളയുക, കാരണം വെളിച്ചെണ്ണയുടെ മണം പോകും. അതുകൊണ്ട് അത് കളഞ്ഞിട്ട് പുതിയ പിണ്ണാക്ക് കുറച്ചേ ഉള്ളൂ, ഒരു നുള്ളു പിണ്ണാക്കിട്ട് നമുക്ക് മേല് തേക്കളായി. സോപ്പ് തേക്കേണ്ട പണിയില്ല, തൊലിയുടെ മിനുസം നഷ്ടപ്പെടില്ല. അത് മനസ്സിലാക്കിയാൽ കാര്യം എളുപ്പമാണ്. ഒരിക്കലും ചെലവ് കൂട്ടിയിട്ട് അതിന് കണക്കായി വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയല്ല, വരുമാനത്തിലേക്ക് ചെലവിനെ കുറച്ച് കൊണ്ടുവരികയാണ്. അതാണ് സയൻറ്റിഫിക്. ഇത്ര വരുമാനമുള്ളൂ എനിക്ക്, അതിനനുസരിച്ച് ചെലവിലേക്ക് എത്തുന്ന കാര്യം നമ്മൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇത്രേ എനിക്ക് ചെലവ് ചെയ്യാൻ പറ്റുള്ളൂ, വരുമാനം ഉണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, കല്യാണമൊക്കെ വരുന്നുണ്ട്, എനിക്ക് ബാധ്യത വരും, അതുകൊണ്ട് ഒരു മാസം ഞാൻ ഇത്രേ ചെലവുള്ളൂ എന്ന് വെച്ചിട്ട് അത് കുടുംബം ഒന്നിച്ച് സഹകരിച്ച് അതിലേക്ക് മാറ്റുകയാണ് ശരിയായി. സാമ്രാജ്യത്വ തന്ത്രം കൺസ്യൂമറിസം കൂട്ടുക എന്നതാണ്. ഇപ്പോൾ ഏത് സംഘടനയോ ഏത് വ്യക്തിയോ നമ്മളെ കൂടുതൽ കൺസ്യൂമർ ആക്കാൻ ശ്രമിക്കുന്നത്, അവരൊക്കെ നമ്മെ ചതിക്കുക. നമുക്ക് ആവശ്യം വി ഹാവ് ടു ഡീകൺസ്യൂമറൈസ് അവർ സെൽസ്. കൺസ്യൂമർ അല്ലാതെ ആവുക. എനിക്ക് ആവശ്യമുള്ള സാധനം ഞാൻ ചന്തയിൽ നിന്ന് വാങ്ങും. ഏതാണ്ട്
എത്രയോ